കണ്ണൂർ കോർപ്പറേഷനിലെ UDFന്റെ ഉരുക്കുകോട്ട എന്നാണ് എന്നും വാരം അറിയപ്പെടുന്നത്. ആ ഉരുക്കുകോട്ട കാക്കാൻ ഇത്തവണ മുസ്ലിം ലീഗ് രംഗത്തിറക്കിയിട്ടുള്ളത് അവരുടെ ഏറ്റവും ശക്തനായ നേതാവിനെയാണ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് KP താഹിറിനെ. UDFന്റെ സീറ്റ് വിഭജന ചർച്ച മുതൽ വാരം ഡിവിഷൻ വാർത്തകളിൽ നിറഞ്ഞതാണ്. കോൺഗ്രസ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ഡിവിഷനാണ് വാരം. അതിത്തവണ തങ്ങൾക്ക് വേണമെന്ന് മുസ്ലിം ലീഗ് ശക്തമായ നിലപാടെടുത്തു. അങ്ങനെ ഈ സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടത് തന്നെ KP താഹിറിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതായത് കണ്ണൂർ കോർപ്പറേഷനിൽ UDFന് ഭരണം കിട്ടിയാൽ ആദ്യ ടൈമിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം സ്വാഭാവികമായും ലഭിക്കുക മുസ്ലിം ലീഗിനാണ്. അങ്ങനെ വരുമ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കണ്ടുവച്ച നേതാവ് കൂടിയാണ് KP താഹിർ. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമാണ് KP താഹിറും. അതോടൊപ്പം തന്നെ UDFന്റെ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ഇപ്പോൾ നടക്കുകയാണ്. സ്ഥാനാർത്ഥി വോട്ടർമാരെയൊക്കെ ഇതിനകം ഏതാണ്ട് 4 വട്ടം എല്ലാ വോട്ടർമാരെയും കണ്ടിട്ടുണ്ട്. ജയം ഉറപ്പാണെന്ന് UDF വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ അത് UDFന് എന്നും അനുകൂലമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉള്ള ഡിവിഷനാണ്. ആ ഡിവിഷൻ ഇത്തവണയും വലിയ രീതിയിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിനിടയിലാണ് ലീഗിന്റെ ഒരു വിമത സ്ഥാനാർത്ഥി വന്നത്. എന്തായാലും അതൊന്നും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. ആ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ ഡിവിഷന്റെ ഒരു പൊതു സ്വഭാവം തന്നെയാണ്. ഡിവിഷൻ എന്നും UDFന്റെ ഒരു ഉരുക്കുകോട്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഡിവിഷൻ അറിയപ്പെടുന്നത്. അത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസവും. എന്തായാലും KP താഹിർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് ഈ അവസാന നിമിഷം ഈ കൊട്ടിക്കലാശം? ആ കൊട്ടിക്കലാശത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണോ? കൊട്ടിക്കലാശത്തിൽ മാത്രമല്ല, ഇവിടെ വന്നപ്പം തന്നെ ആത്മവിശ്വാസമാണ്. ഇത് UDFന്റെ ഉറച്ച കോട്ടയാണ്. 750 വോട്ടിൽ മേലെ ജയിക്കും, സംശയം വേണ്ട. വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത് UDFന്റെ കോട്ടയാണ്. ആര് വന്നാലും തകർക്കാൻ കഴിയില്ല. വാരം ഡിവിഷൻ ലീഗ് ഒന്നാകെ ഉണ്ട്. ലീഗ് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി ഒന്നാകെ. സുധാകരൻ MP ആണ് ഇവിടെ സ്ഥിരമായി തെരഞ്ഞെടുപ്പ് പര്യടനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ്. ഇത് ഈ കണ്ണൂർ കോർപ്പറേഷൻ മുഴുവൻ സീറ്റും UDF പിടിച്ചെടുക്കും. വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നല്ലോ. ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർച്ചയ്ക്കുള്ള സാധ്യത? ഒരു ചോർച്ചയില്ല. ഇത് UDFന്റെ വോട്ട് ബാങ്കാണ്. ഇവിടെ ഒരു ചോർച്ചക്കും സാധ്യമല്ല. പുകഞ്ഞ കൊള്ളി പുറത്ത് അതല്ല, അതൊക്കെ പാർട്ടി നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ. അങ്ങനത്തെ അതെല്ലാം പാർട്ടി നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. എന്താണ് വോട്ടർമാരൊക്കെ പറയുന്നത്? വോട്ടർമാരുടെ ആത്മവിശ്വാസം ഇവിടെ നേരത്തെ UDFന്റെ കൂടെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവരാണ്. അവർക്ക് യാതൊരു മാറ്റവുമില്ല. തലമുറകളായി UDFന്റെ കൂടെ നിൽക്കുന്ന വോട്ടർമാരാണ്. അവർക്കൊരു മാറ്റവുമില്ല. ആര് കയറി എന്ത് പറഞ്ഞാലും അവർ മാറാൻ തയ്യാറല്ല. അതാണ്. എന്തായാലും ഇവിടെ മുസ്ലിം ലീഗിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും വന്ന് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വീടുകളിലൊക്കെ കയറിയിട്ടുണ്ട്. ഒരു വോട്ടർമാരൊക്കെ ലീഗിന്റെ ഏണി വിട്ടുള്ള ഒരു കളിയില്ല എന്ന് തന്നെയാണോ? ഏണി വിട്ടുള്ള ഒരു കളിയില്ല. ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളെ വാക്ക് കേൾക്കാൻ ഇന്നലെ 100 കണക്കിന് ആളെടുത്ത് അടിച്ചുകൂടിയത്. സുധാകരൻ MP വന്നു, രമേശ് ചെന്നിത്തല വന്നു. എല്ലാ നേതാക്കന്മാരും കണ്ണൂർ കോർപ്പറേഷന്റെ അകത്തും ഈ ഡിവിഷനിൽ വന്നിട്ടുണ്ട്. ഒരു മാറ്റവുമില്ല. ഏണിക്കല്ലാതെ വിട്ട ആളുകൾ വോട്ട് ചെയ്യൂല. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. സംശയം വേണ്ട. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് UDF പ്രവർത്തകരുള്ളത്. ആ ആത്മവിശ്വാസത്തിന്റെ കേളിക്കൊട്ടാണ് ഇവിടെ കാണുന്നത്. വാരം ഡിവിഷൻ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ, ഏതാണ്ട് 700-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് KP താഹിർ വ്യക്തമാക്കുന്നത്. UDFന്റെ വലിയ രീതിയിലുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, UDFന്റെ പ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ളത്. എന്തായാലും വോട്ടെണ്ണുമ്പോൾ ആദ്യം എല്ലാവരും അന്വേഷിക്കുന്ന ഒരു ഡിവിഷൻ അത് ഈ വാരം ഡിവിഷനെ കുറിച്ചായിരിക്കും. എന്താണ് വാരത്ത് സംഭവിച്ചത് എന്നായിരിക്കും ആദ്യം എല്ലാവരും നോക്കാൻ പോകുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ UDF നിൽക്കുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട ഘടകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാരമെന്നും UDFന് ഒപ്പം നിന്ന ഡിവിഷനാണ്. അതുതന്നെയാണ് UDFന്റെ ആത്മവിശ്വാസവും. വാരത്തു നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയിൽ, കണ്ണൂർ വിഷൻ.